ഫ്രണ്ട്സിൽ നിന്ന് കുറച്ച് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഡക്ക് ഫീറ്റ് എന്ന് പറയുന്ന പ്ലാന്റാണ്. 40 രൂപയാണ്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റായിട്ട് വളരുന്ന ചെടിയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ലീഫിൻ്റെ കളറൊക്കെ നല്ല രസമാണ് കാണാൻ. ഒരു ചെറിയ വെയിൽ ഇവിടെ കിട്ടിയാൽ ആ ലീഫിൻ്റെ കളർ നല്ല ഭംഗിയായിട്ട് വരും. ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ്. ചെറിയൊരു വെയിൽ കിട്ടുമ്പോൾ ഇതിൻ്റെ ലീഫിന് ഒരു വയലറ്റ് ഷെയ്ഡൊക്കെ കയറി വരും. പ്ലാന്റ്സിൻ്റെയൊക്കെ പ്രൈസ് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇത് പിങ്ക് ലേഡി എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇത്രയുള്ള ഒരു പ്ലാന്റിന് 30 രൂപയാണ്. അടുത്തതെന്ന് പറയുന്നത് 20 രൂപയാണ് ഈ ഒരു പ്ലാന്റിന്. ഇത് ബുഷിയായിട്ടൊക്കെ ഈ ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. വാട്സപ്പ് നമ്പർ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്താൽ മതി. ഇത് കാറ്റ്സ് ക്ലോ ആണ്. കാറ്റ്സ് ക്ലോ ഒക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചെടിയാണ്. ഇതിനകത്തൊരു 3 തൈകളാണ് നിൽക്കുന്നത്. ഒരെണ്ണം എന്ന് പറയുന്നത് ഈ ഒരു സൈസിലായിരിക്കും. നല്ല ക്രീപ്പറായിട്ട് വളരുന്ന 40 രൂപയാണ്. ഇപ്പം മേടിച്ചാട്ടോ. ഇനി മഴക്കാലം ഒന്നും ആകുമ്പോഴേ ഈ ചെടി നല്ലപോലെ പൊട്ടിക്കിളിച്ച് വന്നുള്ളൂ. ഇതൊരു പോത്തോസ് വെറൈറ്റിയാണ്. 10 രൂപയാണ് ഈ ചെടിക്ക്. അടുത്തതെന്ന് പറയുന്നത് മണിമുല്ലയാണ്. അതും വളരെ ട്രെൻഡിങ് ആയിട്ട് ഉള്ള ഒരു പ്ലാന്റാണ്. ഇപ്പം നട്ടാൽ നമുക്ക് പിന്നെ മഴക്കാലത്ത് ഇത് നന്നായിട്ട് പൊട്ടിക്കിളിച്ച് വരുന്നതാണ്. ഇത് പവിഴമല്ലി എന്ന് പറയുന്ന ചെടിയാണ്. മുല്ലപ്പൂവിൻ്റെ പോലെ നല്ല മണമുള്ള ഒരു ചെടിയാണ്. പക്ഷേ ഇതിൻ്റെ ആ തണ്ടിൻ്റെ ആ നിറവ്യത്യാസമാണ് എൻ്റെ ആ ഒരു ഭംഗിയെന്ന് പറയുന്നത്. ഓറഞ്ച് കളറിലെ പൂവിൻ്റെ ഞെടുപ്പാണ്. നല്ല രസമാണ് കാണാൻ. ഇതും നമുക്ക് തറയിലൊക്കെ നട്ടു വെക്കാവുന്നതാണ്. ഇതൊരു ഡ്രസ്സിൻ്റെ വെറൈറ്റിയാണ്. 70 രൂപയാണ്. അടുത്തതെന്ന് പറയുന്നത് ഒരു ഡ്രസ്സിൻ്റെ വെറൈറ്റിയാണ്. 50 രൂപയാണ്. ഇതിന് 40 രൂപയാണ്. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വിളിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു കലാത്തിയ വെറൈറ്റിയാണ്. 40 രൂപയാണ്. ട്രയോസ്റ്റാർ ഇനത്തിൽപ്പെട്ട ഒരു കലാത്തിയാണ്. ഇതൊരു ചോക്ലേറ്റ് സിങ്കോണിയാണ്. അതിൻ്റെ 1-2 ലീഫിനൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ഇത് പിങ്ക് സ്പ്ലാഷ് ആണ്. 30 രൂപയാണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡും 3 കളർ കാണും. ഒരു ഗ്രീന്, പിങ്ക്, ഒരു വൈറ്റ്. ഇതൊരു പോത്തോസ് വെറൈറ്റിയാണ്. മാർബിൾ പോത്തോസാണ്. 30 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്തത് ഒരു സിങ്കോണിയം വെറൈറ്റിയാണ്. ഒരു നാരോ ലീഫുള്ള ഒരു സിങ്കോണിയാണ്. 30 രൂപയാണ്. പിന്നെ പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നത് ഇതൊരു വെരിഗേറ്റഡ് സിങ്കോണിയാണ്. 60 രൂപയാണ്. പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നത് DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ്. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇത് നമ്മുടെ ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ്. 50 രൂപയാണ്. ഇതിനകത്ത് 2 തൈകൾ നിൽപ്പുണ്ട്. ഇതാണ് തൈയുടെ സൈസ്. നമ്മൾ പ്ലാന്റ് അയക്കുന്നതിൻ്റെ സൈസ്. അടുത്തതെന്ന് പറയുന്നത് ഒരു ബിഗോണിയ വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ വലിയ ഗ്രീൻ ഷെയ്ഡല്ല, ഒരു ബ്രൗണിഷ് കളർന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ് കാണാൻ. 40 രൂപയാണ്. ഇതിന് 40 രൂപയാണ്. അടുത്തതെന്ന് പറയുന്നതും ഒരു സിങ്കോണിയ വെറൈറ്റിയാണ്. ലീഫിലൊക്കെ ഒത്തിരി സ്ട്രൈപ്സ് ഉള്ളതാണ്. 30 രൂപയാണ്. അടുത്ത ഒരു ഫേൺ വെറൈറ്റിയാണ്. ഈ ഫേണിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടെ. 40 രൂപയാണ് ഈ ഫേണിന്. ഇത്രയുള്ളൊരു ബുഷിയായിട്ട് നിൽക്കുന്നതാണ് തരുന്നത് 40 രൂപയ്ക്ക്. പ്ലാന്റ് സൈസ് അതാണ്. അടുത്തതെന്ന് പറയുന്നത് ഫിറ്റോണിയാണ്. 30 രൂപയാണ്. ഇതാണ് നമ്മൾ നൽകുന്ന പ്ലാന്റ്. ഇത് ഒരു ഫേൺ വെറൈറ്റിയാണ്. 30 രൂപയാണ്. ഒരു തൈ ഇതിനകത്തുള്ള ഒരു തൈയാണ് നമ്മൾ തരുന്നത് 30 രൂപയ്ക്ക്. അടുത്തൊരു കലേഡിയം വെറൈറ്റിയാണ്. ഈ കലേഡിയം ചെറിയ സ്പോട്ട്സ് ഉണ്ട് ആ ലീഫിൽ. നല്ല ഭംഗിയാണ് കാണാൻ. 40 രൂപയാണ്. ഇത് ഷീസ്മോഗ്ലോട്ടിസ് ആണ്. ഈ ഒരു സൈസിലുള്ള തൈക്ക് 60 രൂപയാണ്. അടുത്ത ഒരു ലിപ്സ്റ്റിക് പ്ലാന്റാണ്. ജിഫിയിലുള്ള ഒരു ലിപ്സ്റ്റിക് പ്ലാന്റാണ്. ഇതൊരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക് പ്ലാന്റാണ്. ഈ ഒരു സൈസാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് പേർഷ്യൻ ഷീൽഡ് എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. 50 രൂപയാണ്.
അടുത്തൊരു ചെറിയ ബിഗോണിയ വെറൈറ്റിയാണ്. പോട്ടിലൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. 30 രൂപയാണ്. ഈ ഒരു ബിഗോണിയയുടെ തൈ നമ്മൾ നൽകുന്നത് 40 രൂപയ്ക്കാണ്. ധാരാളം തൈകൾ പൊട്ടിക്കിളിച്ച് വരുന്നൊരു ചെടിയാണിത്. നമ്മൾ പ്ലാന്റ്സിൻ്റെ ഓർഡർ തരുമ്പോൾ കറക്റ്റ് അഡ്രസ്സും പിൻകോഡ് ഫോൺ നമ്പറും ഒക്കെ മറക്കരുത്. ഈ ബിഗോണിയയ്ക്ക് 50 രൂപയാണ്. ഇത് മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ സൈസ്, ഈ ഒരു സൈസിലെ പ്ലാന്റിനാണ് 50 രൂപ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് പീകോക്ക് ഫേൺ ആണ്. 30 രൂപയാണ് ഇതിൻ്റെ ഒരു തൈക്ക്. ഇനി മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റാണ്. വലിയ വെയിലത്തോട്ട് വെക്കണ്ട, എന്നാൽ ഭയങ്കര ഷെയ്ഡിലും വെക്കണ്ട. ഇതൊരു പിറ്റോണിയ അല്ല, എപ്പീഷ്യ പ്ലാന്റ് ആണ്. യെല്ലോ എപ്പീഷ്യയാണ്. ഇതിൻ്റെ തൈക്ക് 30 രൂപയാണ്. മഞ്ഞ ഫ്ലവർ ഉണ്ടാകുന്നത്. ഇത് നാടൻ അഡീനിയമാണ്. 60 രൂപയാണ് ഈ ഒരു സൈസിലുള്ള അഡീനിയം പ്ലാന്റിന്. അടുത്തതെന്ന് പറയുന്നത് ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ്. ഇതിനൊരു ഓറഞ്ച് ഫ്ലവറാണ് ഉണ്ടാകുന്നത്. 40 രൂപയാണ് ഇതിൻ്റെ ഒരു തൈക്ക്. ലീഫൊക്കെ കാണാൻ, ഫ്ലവർ ഇല്ലെങ്കിൽ തന്നെ ഈ ചെടി കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഭംഗി എത്രമാത്രം ആ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അടുത്ത ഒരു എപ്പീഷ്യ വെറൈറ്റിയാണ്. ഇതിനൊരു റെഡ് ഫ്ലവറാണ്. 30 രൂപയാണ് ഇതിൻ്റെ തൈക്ക്. എപ്പീഷ്യ ഒരു ഹാങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാന്റാണ്. ഒരു തെറ്റി വെറൈറ്റിയാണ്. അധികമായിട്ട് സൈസ് വെക്കാത്ത തെറ്റിയാണ്, വെള്ളത്തെറ്റി. ഇതൊരു വെറിയേറ്റഡ് കൊളക്കേഷ്യ പ്ലാന്റാണ്. 80 രൂപയാണ്. ഈ സൈസ് പ്ലാന്റിനാണ് 90 രൂപ. ഇതൊരു ചുമന്ന ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. 50 രൂപയാണ്. ജിഫിയിലുള്ള പ്ലാന്റ് ആണ്. ഈ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുന്നത്. ഇത് നമ്മളെ പോട്ടിലോട്ട് നടുമ്പോൾ ഇങ്ങനെ തന്നെ അങ്ങ് വെച്ച് നട്ടാൽ മതി. ഇതാണ് മുമ്പേ കാണിച്ചിരുന്ന പേർഷ്യൻ ഷീൽഡിൻ്റെ മദർ പ്ലാന്റ്.